മറ്റൊരു സങ്കടകരമായ സംഭവം ഇന്നുണ്ടായത് വൈദ്യശാസ്ത്രത്തെ ഹൃദയം കൊണ്ട് സാധാരണക്കാരിലെത്തിച്ച ഡോക്ടർ MS വല്യത്താൻ ഓർമ്മയായി എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന വല്യത്താൻ ലിവർപൂൾ സർവകലാശാലയിലാണ് ഉപരിപഠനം നടത്തിയത്. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കിയതുൾപ്പെടെ ഉള്ള കാരണങ്ങളാൽ കേരളത്തിലെ ആരോഗ്യരംഗം ഏറെ കടപ്പെട്ട പ്രതിഭയാണ് വിടവാങ്ങിയത്. ഇത് കേരളത്തിലെ വൈദ്യശാസ്ത്ര സേവനങ്ങളുടെ ഏറ്റവും വിശ്വസ്തമായ ഇടം. ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രിയുടെ ഈ പടി കടന്നു വരുന്ന ഓരോരുത്തരും മറക്കില്ലാത്ത ഒരു പേരുണ്ടെങ്കിൽ അതാണ് ഡോക്ടർ MS വല്യത്താൻ. C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ പ്രത്യേക ക്ഷണം സ്വീകരിച്ചു വന്നതാണ് ഡോക്ടർ വല്യത്താൻ. വൈദ്യശാസ്ത്രം ശൈശവദശയിലായിരുന്ന കേരളത്തിലേക്ക് സധൈര്യം കടന്നു വന്ന വല്യത്താനെ കണ്ട ലോകത്തെ വലിയ ആശുപത്രികളിലെ വിദഗ്ധർ അമ്പരന്നു. അബദ്ധമെന്ന് നിരവധി പേർ ഉപദേശിച്ചു. എഡിൻബറോ റോയൽ കോളേജ് ഓഫ് സർജൻസിലെ ബിരുദാനന്തര ബിരുദവും അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ഹൃദ്രോഗ പഠനവും കഴിഞ്ഞയാൾക്ക് ലോകത്തെ ഏതു മുന്തിയ ആശുപത്രിയിലും നിയമനം കിട്ടുമായിരുന്നു. അതിനൊന്നും നിൽക്കാതെ MBBS പഠിച്ച സ്വന്തം നാട്ടിലേക്ക് വരികയായിരുന്നു ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ. വൈദ്യശാസ്ത്ര ജീവിതത്തിലെ 15 വർഷമാണ് ഡോക്ടർ വല്യത്താൻ ശ്രീ ചിത്രയ്ക്കായി ചെലവഴിച്ചത്. 1979 മുതൽ 1994 വരെയുള്ള ആ കാലം കൊണ്ടാണ് ശ്രീ ചിത്ര രാജ്യത്തെ ഒന്നാം നിര ആശുപത്രിയായത്. പിന്നീട് മണിപ്പാൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ആ ഒരേയൊരു പേരിന്റെ വിശ്വാസ്യതയിൽ മലയാളികൾ ഉൾപ്പെടെ മെഡിക്കൽ പഠനത്തിനായി മണിപ്പാലിലേക്ക് ഒഴുകി. ഇന്ന് രാജ്യത്തെ വൈദ്യശാസ്ത്രത്തെ നയിക്കുന്ന പ്രഗത്ഭരിലേറെയും ഡോക്ടർ വല്യത്താന്റെ ശിക്ഷണം ഒരിക്കലെങ്കിലും സ്വീകരിച്ചവരാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും പഠിച്ചവരാണ്. പ്രവൃത്തിപഥത്തെ ആധുനിക വൈദ്യശാസ്ത്രവും ഗവേഷണത്തെ ആയുർവേദവും, രണ്ടിലും അനിതര സാധാരണമായ അറിവ്. ഇന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വല്യത്താൻ വഴികളാണ് ഇന്ത്യയുടെ വഴികാട്ടിയെങ്കിൽ ആയുർവേദ പഠനത്തിന് ആ കൈകൾ കൊണ്ടെഴുതിയ പുസ്തകങ്ങളാണ് ആശ്രയം. ചരക പൈതൃകത്തെക്കുറിച്ച് മാത്രമല്ല, സുശ്രുതിനെക്കുറിച്ചും വാഗ്ഭടനെക്കുറിച്ചും ഇന്നത്തെ തലമുറ അറിയുന്നത് വല്യത്താന്റെ പുസ്തകങ്ങളിലൂടെയാണ്. കേരളത്തിലുള്ളപ്പോൾ 1990 തന്നെ പത്മഭൂഷൺ, മണിപ്പാലിലെത്തിയപ്പോൾ പത്മവിഭൂഷൺ, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റേതുൾപ്പെടെ രാജ്യത്തെ ഉന്നതമായ എല്ലാ വൈദ്യശാസ്ത്ര പുരസ്കാരങ്ങളും. വല്യത്താന് ലഭിച്ച ആദരങ്ങളുടെ പട്ടികയുടെ സഹസ്രമടങ്ങുവരും. ആ ദക്ഷിണാശക്തിയിലൂടെ ജീവിതം തിരിച്ചു കിട്ടിയവർ നൽകുന്ന സ്നേഹവാത്സല്യങ്ങൾ. ഇല്ലാതാവുന്നത് ഹൃദയം കൊണ്ട് കേരളത്തെ വരിച്ച, കേരളം ഹൃദയത്തിലേറ്റിയ മഹാപ്രതിഭയാണ്. ഫീച്ചേഴ്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.